ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ രാജന. നീറ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിനൊക്കെ മെയിൻലി രണ്ട് തരം ആൾക്കാരായിരിക്കും ഉണ്ടാവുക. ഒന്ന് ഫിസിക്സ് നല്ലോണം കാൽക്കുലേഷൻസ് ഒക്കെ ടഫായിട്ട് ഫിസിക്സ് നല്ലോണം കഷ്ടപ്പെടുന്ന ആൾക്കാർ. മറ്റൊന്ന് വെച്ചാൽ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ബയോളജിയിലൊക്കെ പേരൊക്കെ ഓർമ്മിച്ചേക്കാൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെടുന്ന ആൾക്കാർ. മെയിൻലി ഈ രണ്ട് ആൾക്കാരാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഫിസിക്സ് ടഫായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഈസി ആക്കാം, എങ്ങനെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇപ്പോൾ നീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പം ആദ്യം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് സമയത്ത് ഫിസിക്സ് നല്ലോണം ടഫായിരുന്നു. അപ്പം ആ സമയത്ത് എങ്ങനെയാണോ എനിക്ക് ഫിസിക്സ് ഡിഫിക്കൽട്ടായ ആ ഒരു രീതിയിലല്ലായിരുന്നു സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് എനിക്ക് ഫിസിക്സ് ഡിലേണ്ടി വന്നത്. അപ്പം രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയാൻ പോകുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരിക്കലും ഒരു ഫ്രഷ് ആയിട്ട് ഒരു ഫിസിക്സ് പഠിക്കാനിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും നമുക്ക് സെൽഫ് സ്റ്റഡി കൊണ്ട് ഈ ഫിസിക്സ് നേടിയെടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒരു എൻട്രൻസ് ലെവലാണെങ്കിൽ പോലും ഒരു ബോർഡ് എക്സാമിനാണെങ്കിലും നമുക്കൊരു ഗൈഡൻസ് എപ്പോഴും വേണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതും നല്ല ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഒരിക്കലും നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തത് അയ്യോ ക്ലാസ് കേട്ടല്ലോ അതുകൊണ്ട് എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്യണമല്ലോ അതുകൊണ്ട് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാവരുത്. നമുക്ക് മാർക്ക് വേണം, നമുക്ക് ഈ സീറ്റ് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, അതുകൊണ്ട് നമുക്ക് ക്ലാസ് കേൾക്കണം എന്ന രീതിയിലായിരിക്കണം നമ്മൾ ക്ലാസ് കേൾക്കേണ്ടത്. ക്ലാസ് കേൾക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് ആ സമയത്ത് തന്നെ നമ്മൾ നോട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ അയക്കുന്ന സമയത്ത് നമുക്ക് ടീച്ചേഴ്സ് തന്നെ നമുക്ക് ചിലപ്പോൾ നോട്ടൊക്കെ എഴുതി ടേക്ക് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നോട്ടൊക്കെ പറഞ്ഞു തരും. കുറേ ഇംഗ്ലീഷിൽ കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ വളരെ ചെറിയ ക്ലാസ് ആണെങ്കിൽ ബോർഡിലൊക്കെ എഴുതി തരും, നമ്മൾ നോട്ട് ചെയ്തും. പിന്നെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ സൈനൊക്കെ വാങ്ങിക്കാനുണ്ടാവും, നോട്ട് സബ്മിഷൻ ഉണ്ടാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു എൻട്രൻസിന് പഠിക്കുമ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വേണ്ടി നോട്ട് ചെയ്യുന്നു, അതാരും ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല, നമ്മൾ ആരും ഇത് കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ട, ഞാൻ നോട്ട് എഴുതി എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേണ്ടി നോട്ട് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണോ ആ നോട്ട് പഠിക്കാൻ നമുക്ക് എങ്ങനെയാണോ ആവശ്യം ആ രീതിയിൽ തന്നെ ചെയ്താൽ. ഇപ്പോൾ എൻ്റെ നോട്ടാണെങ്കിൽ ഞാൻ കുറേ മലയാളത്തിലൊക്കെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ഫിസിക്സിലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സാറുമാരൊക്കെ ക്ലാസ് പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബ്രാക്കറ്റിൽ മലയാളത്തിലേക്ക് എഴുതി വെക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് പിന്നീട് അത് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിക്കാവും. ഓക്കെ, ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആ കോൺസെപ്റ്റ് ക്ലിയർ ആയി വന്നോ അതേ ക്ലിയർ നമുക്ക് ഇപ്പോൾ ജൂണിലാണ് ഒരു ക്ലാസ് കേൾക്കുന്നെങ്കിൽ നമുക്ക് മെയിൽ നടക്കുന്ന എക്സാമിൽ ആ ഒരു 3 മണിക്കൂർ വരേക്കും നമുക്കത് ഓർമ്മയിൽ വേണം. അപ്പം എത്ര ക്ലിയർ നമുക്ക് മനസ്സിലായി, ഇപ്പോൾ എത്ര ക്ലിയർ മനസ്സിലാക്കുന്നതെന്നുള്ളതല്ല, അതുവരേക്കും അത് ഓർമ്മിച്ച് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ സാറുമാർ നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും നമ്മൾ നോട്ടിൽ എഴുതി എടുക്കുകയാണെങ്കിൽ തന്നെ ക്വസ്റ്റ്യൻസ് സ്പീഡ് ഇപ്പോൾ ഞാൻ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം പോസ് ചെയ്തിട്ട് എഴുതാമെന്നുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ഒരിക്കലും പോകരുത്. ജസ്റ്റ് ഒരു NCERT-ലൊക്കെ തരുന്ന പോലെ ഒരു ഇംഗ്ലീഷിൽ തരുന്ന ഒരു സെൻറ്റൻസ് ഇപ്പം സാറുമാർ സ്ലൈഡൊക്കെ മാറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് അതുപോലെ കോപ്പി ചെയ്യുന്നില്ലല്ല നോട്ട് ഉണ്ടാക്കുന്ന കാര്യം. അതൊക്കെ നമുക്ക് NCERT വായിച്ച് കിട്ടുമെങ്കിൽ NCERT വായിച്ചാൽ മതിയല്ലോ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു ക്ലാസ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഭാഷയിൽ നമ്മൾ എഴുതി വെക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് കേൾക്കുക, നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. പിന്നെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ഒരു 60% ഈ ഒരു ക്ലാസ് കേക്കിൽ നോട്ട് ചെയ്തതിലൂടെയുമായി. അതായത് നോട്ട് എഴുതുമ്പോൾ തന്നെ നമ്മളൊരു സെക്കൻഡ് ടൈം റിവിഷൻ പോലെയാണ്. ക്ലാസ് കേക്ക് നോട്ട് ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മൈൻഡിൽ മാക്സിമം സെറ്റായി. ഇനി ചെയ്യേണ്ട കാര്യം ഈ നോട്ട് ഒന്ന് ഓടിച്ച് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10 മുതൽ 15 മാക്സിമം പോയി ഒരു 20 മിനിറ്റ് അതിനുള്ളിൽ ഈ നോട്ടൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മളിപ്പോൾ എനിക്കറിയില്ല ഓഫ്ലൈനിൽ എങ്ങനെയാണ് ക്ലാസ് ഇപ്പം നിങ്ങൾ എങ്ങനെ റിവൈസ് ചെയ്യാനറിയില്ല. ഇപ്പം ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഓൺലൈനിൽ മാക്സിമം ഞങ്ങൾക്കൊരു 3 ക്ലാസ് ഉണ്ടാവും. ഒരു ക്ലാസ് കഴിഞ്ഞ് ഒരു മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് ക്ലാസ്, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 2 hours 1.5 മണിക്കൂർ 2 hours ഒക്കെ ബ്രേക്ക് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 3rd ക്ലാസ്സിലേക്ക് പോകും. ഈ ക്ലാസ്സിൻ്റെ ബ്രേക്കിൻ്റെ ഇടയ്ക്ക് ആ ക്ലാസ് പഠിപ്പിച്ച് ഞാനന്ന് നോട്ട് റിവൈസ് ചെയ്തിട്ട് എന്തായാലും ഞാൻ അന്ന് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അല്ലാതെ വൈകുന്നേരം വരെ ഇങ്ങനെ വെച്ച് പിന്നെ വൈകുന്നേരം ശേഷം ഈ നോട്ട് റിവൈസ് ചെയ്യാൻ പോയാൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റത്തെ ക്ലാസ് കഴിഞ്ഞു അതിൻ്റെ ഇടയിലുള്ള ബ്രേക്കിനുള്ളിൽ ഇത് ഞാൻ ചെയ്ത് തീർക്കും. ഈ ക്ലാസ് നോട്ട് റിവൈസ് ചെയ്യും, പറ്റുവാണെങ്കിൽ NCERT വായിക്കും. അപ്പം ഈ ക്ലാസ് ബ്രേക്സിനുള്ളിൽ തന്നെ ഇതൊന്ന് പെട്ടെന്ന് ഓടിച്ച് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വന്ന് അത് സൊല്യൂഷൻ പൊത്തിപ്പിടിച്ച് ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അപ്പം കുറച്ച് മുമ്പ് ചെയ്തല്ലേ ഉള്ളൂ. അപ്പോൾ മിക്കവാറും നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സൊല്യൂഷൻ നോക്കാം, വീണ്ടും ഒന്ന് ചെയ്ത് നോക്കാം. അങ്ങനെ ആ ക്ലാസ് നോട്ട് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തത്. മീൻസ് ആ നോട്ട് റിവൈസ് ചെയ്യാം. ഇനി പിന്നെ ഈ ക്ലാസ് ബ്രേക്കിൽ പറ്റുവാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ വീണ്ടും ഹോസ്റ്റലിൽ പോകുകയാണെങ്കിൽ ഹോസ്റ്റലിൽ ചെന്നിട്ട് അല്ലെങ്കിൽ രാത്രി ആകുന്ന സമയത്ത് നമ്മളിൻ്റെ NCERT എടുത്ത് വായിക്കുക എന്നുള്ളതാണ്. ഫിസിക്സിൽ NCERT വായിക്കണം എന്നുള്ളത് ഒരുപാട് പേര് ഡൗട്ട് വയ്ക്കുന്നു, അല്ലെങ്കിൽ എനിക്കും ഉണ്ടായി കുറേ കൺഫ്യൂഷൻസ്. ഫിസിക്സിലൊക്കെ വായിക്കണോ, ടൈം വേസ്റ്റ് ആവുമോ എന്നൊക്കെ. പക്ഷേ ഞാൻ ഫിസിക്സിൽ വായിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കോർഡിനേറ്ററൊക്കെ പറഞ്ഞിട്ടുണ്ട് NCERT ഒക്കെ വായിക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ചാപ്റ്റർ തീരോളം കാത്തിട്ട് പിന്നെ NCERT വായിക്കാൻ പോയാൽ അത് അത്ര നടക്കണം എന്ന് തോന്നില്ല, ടൈം വേസ്റ്റ് പോലെ തോന്നും. കാരണം അത് ഇങ്ങനെ വാരി വലിച്ചിരിക്കുകയല്ലേ, അപ്പോൾ നമുക്കതൊന്ന് ബോറാവും, കുറച്ചൊന്നും വായിക്കാൻ പറ്റില്ല. പക്ഷേ അന്നന്ന് എടുത്ത് അന്നന്ന് വായിക്കുകയാണെങ്കിൽ അത്രയും ഉണ്ടാവും. മാക്സിമം പോയി ഒരു 3 പേജ്, അതിന് അപ്പുറം പോവില്ല.
അപ്പം ഫിസിക്സിൽ എൻ സി ആർ ടിയും ഞാൻ വായിച്ചിരുന്നു. അത് വായിക്കുന്ന ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ ക്ലാസ് കേട്ടിട്ടാണ് നമ്മൾ എൻ സി ആർ ടി വായിക്കുന്നത്. അപ്പോൾ എൻ സി ആർ ടിയിൽ ഉള്ളത് അറിയാതെ പോകില്ല നമ്മൾ എന്തായാലും. അതിലുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഗ്രാസ്പ് ചെയ്ത് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ എൻ സി ആർ ടി വായിക്കുക എന്നുള്ളതാണ്. പിന്നെ എൻ സി ആർ ടി വായിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ നമ്മൾ ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് എൻ സി ആർ ടിയിൽ. ആ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഇപ്പം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് ട്രൂ ഓർ ഫോൾസ് എന്നൊക്കെ വരുമ്പം ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് ചെയ്തെടുക്കാമെന്ന് പറയാം. നമുക്ക് കോൺസെപ്റ്റ്സ് മനസ്സിലാണെങ്കിൽ ചെയ്തെടുക്കാം. ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അത് എൻ സി ആർ ടിയിൽ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂ ആണോ അല്ലയോ എന്നുള്ളതാണ്, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിപ്പോൾ ചിലപ്പോൾ കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാക്കണമെന്നില്ല, പക്ഷേ ഡയറക്റ്റ് എൻ സി ആർ ടിയിൽ എടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫിസിക്സിൽ എൻ സി ആർ ടി വായിക്കുന്ന സമയത്ത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അത് നോട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്യുന്ന വെച്ചാൽ ലെക്ചർ നോട്ടിൽ ഞങ്ങൾ ക്ലാസ്സിന് ചെയ്യുന്ന നോട്ടിൽ ഞാൻ ഇത് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ക്ലാസ് നോട്ടിൽ ഞാൻ വേറെ ഹൈലൈറ്റർ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ്സ് മാത്രം എൻ സി ആർ ടി ഞാൻ എടുത്ത് ചെയ്ത സ്റ്റേറ്റ്മെന്റ്സിനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റീൽ ഈസ് മോർ എലാസ്റ്റിക് ദാൻ റബ്ബർ എന്ന് മിക്കവരും എല്ലാവർക്കും അറിഞ്ഞ സ്റ്റേറ്റ്മെന്റ്. എന്നാൽ എൻ സി ആർ ടി തന്നെ നമുക്ക് സ്റ്റീൽ ഈസ് മോർ എലാസ്റ്റിക് ദാൻ കോപ്പർ, ബ്രാസ് ആൻഡ് അലുമിനിയം എന്നും എൻ സി ആർ ടി കൊടുത്തിട്ടുണ്ട്. എൻ സി ആർ ടിയിൽ ഒരു ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം ഇതിപ്പോൾ നമ്മളോട് വന്നിട്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലെന്ന് ചോദിച്ചാൽ അത് കറക്റ്റ് ആണെന്ന് എഴുതാൻ അറിയണമെങ്കിൽ എൻ സി ആർ ടി വായിച്ച ഒരാൾക്ക് പറ്റും. ഇപ്പം നമുക്ക് അതിന്റെ വാല്യൂസ് ഒന്നും കാണാതെ പഠിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഇത് ഇതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് മാത്രം പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് എൻ സി ആർ ടി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടുപിടിച്ച് ഇങ്ങനെ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം തപ്പി പോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ അന്ന് എടുത്ത് പെട്ടെന്ന് വായിച്ച് നോക്കുമ്പോൾ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് സ്ട്രൈക്ക് ആവും. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് എഴുതി വെക്കാം. പിന്നെ അത് നമ്മൾ നോട്ട് റിവൈസ് ചെയ്താൽ മതി. അല്ലാതെ എല്ലാ തവണ എൻ സി ആർ ടി വായിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. ഒറ്റ തവണ വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ടൈം കിട്ടുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ വായിച്ചു നോക്കണം. ഇതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് കിട്ടും, നമുക്ക് എന്തായാലും കിട്ടും. പിന്നെ എൻ സി ആർ ടി ചെയ്യുന്നത് സോൾവ്ഡ് എക്സാമ്പിൾസ്. എൻ സി ആർ ടിയിലെ സോൾവ്ഡ് എക്സാമ്പിൾസ് ചെയ്ത് നോക്കുന്നത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് സമയത്ത് ഞാൻ അങ്ങനെ വേറെ ബുക്സ് ഒന്നും അങ്ങനെ ക്വസ്റ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അത് എൻ സി ആർ ടി തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്രാഷ് കോഴ്സ് ചെയ്യുന്ന ആ ഒരു 1 മന്തിൽ തന്നെ ഞാൻ മാക്സിമം എനിക്ക് സോൾവ്ഡ് എക്സാമ്പിൾസ് ഞാൻ ഫിസിക്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോൾവ്ഡ് എക്സാമ്പിൾസ് ഇപ്പം ഫസ്റ്റ് ഒന്ന് എഴുതുന്ന ഒരാൾ ചെയ്യുമ്പോൾ ചിലപ്പം ഞാൻ നേരിട്ടൊരു ബുദ്ധിമുട്ടാണ്. അതായത് എനിക്ക് എൻ്റെ കാൽക്കുലേഷൻ പാർട്ട് നല്ലോണം ഡിഫിക്കൽട്ട് ആയിരുന്നു. ഞാൻ ഒരു സ്റ്റേറ്റ് ബോർഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാൽക്കുലേറ്റർ ഉണ്ട്. ബോർഡ് എക്സാമിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ നീറ്റ് എക്സാമിൽ അങ്ങനെയില്ല, നമുക്ക് കാൽക്കുലേറ്റർ ഒന്നും ഇല്ല, നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾ എക്സാമ്പിൾസിൽ ചിലപ്പം ചില എക്സാമ്പിൾസിൽ മാത്രമേ സോൾവ്ഡ് എക്സാമ്പിൾസിൽ മാത്രം നമുക്ക് കാൽക്കുലേഷൻ പാർട്ട് നല്ലോണം ലെന്ത് ആയിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ കുറേ ലെന്ത് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്ത് അത് സ്കിപ്പ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. നമുക്ക് പറ്റുവാണെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ടൈമൊക്കെ വേസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ കുറേ ലെന്ത് ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. കാരണം കുറേ പോയിന്റ് ഡെസിമലുള്ള വാല്യൂസ് ഒക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യാം, നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ്സ് കിട്ടിയാൽ മതി. പിന്നെ എക്സസൈസ് ചെയ്യണം എന്നാണ് എല്ലാവരും പറയാറ്. ഞാൻ എല്ലാ ചാപ്റ്ററിനും എക്സസൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം കുറേ എക്സസൈസ് ഉണ്ട്. അപ്പോൾ അതും ചെയ്യണം. പിന്നെ എനിക്ക് കുറേ മൊഡ്യൂൾസിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതും ചെയ്യണം എന്ന് പറയുമ്പോൾ എല്ലാത്തും കൂടി എനിക്ക് ടൈം തികയുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി ബേസിസിൽ സോൾവ്ഡ് എക്സാമ്പിൾ ചെയ്യുമായിരുന്നു, എൻ സി ആർ ടി വായിക്കുമായിരുന്നു. പക്ഷേ എക്സസൈസ് ചില ചാപ്റ്ററിൽ സമയം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ചില ടഫായിട്ടുള്ള ചാപ്റ്റർ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. കെമിസ്ട്രിയിലൊക്കെ ഞാൻ ഒരുപാട് എക്സസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫിസിക്സിൽ സിൻസിയറായിട്ട് പറയുകയാണെങ്കിൽ ഇല്ല, ഞാൻ എല്ലാത്തിനും ചെയ്തിട്ടില്ല. പറ്റുവാണെങ്കിൽ അത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ എൻ സി ആർ ടിയിൽ അതുപോലെ തന്നെ ഫിസിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ സമ്മറി പിന്നെ പോയിന്റ്സ് ടു പോണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും അതിൽ ഓരോന്നും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അതെടുത്ത് ക്ലാസ് ലെക്ചർ നോട്ടിൽ നമുക്ക് എഴുതണം എന്നില്ല, അതൊരു ടൈം വേസ്റ്റ് പോലെയാണ്. ഞാൻ ചെയ്യുന്നത് വെച്ചാൽ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് അവിടെ തന്നെ എൻ സി ആർ ടി ഹൈലൈറ്റ് ചെയ്ത് വെക്കും. എൻ സി ആർ ടിയിൽ സമ്മറിയും പോയിന്റ്സ് ടു പോണ്ടറും ഞാൻ റിവൈസ് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എൻ്റെ ഇടയിലൊക്കെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഞാൻ വേറെ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമ്മറിയും പോയിന്റ്സ് ടു പോണ്ടറും ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയിട്ടുണ്ട്. ഇത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഷോർട്ട് നോട്ട് പലരും പല രീതി ചെയ്യാറുണ്ട്. ഒരു ചാപ്റ്റർ കഴിഞ്ഞ ശേഷം ഒന്നിച്ചതിന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക അങ്ങനെയൊക്കെ. ഞാൻ ചെയ്തൊരു കാര്യം വെച്ചാൽ അന്ന് ക്ലാസ് കഴിഞ്ഞാൽ അന്ന് ആ ക്ലാസ്സിൽ നമുക്ക് കിട്ടിയ ഇക്വേഷൻസും അതൊക്കെ ഒരു ഷോർട്ട് നോട്ട് ചെയ്ത് വെക്കും. എൻ്റെ ഒരു കുഞ്ഞു ഷോർട്ട് നോട്ടാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിച്ച ഷോർട്ട് നോട്ട്. ഇതിൽ ഞാനിങ്ങനെ ഓരോ ചാപ്റ്ററിൻ്റെയും എഴുതി വെക്കുമായിരുന്നു. അതിൽ മെയിൻ ഇക്വേഷൻസ് എഴുതി വെക്കും. പിന്നെ ഞാൻ ഈ എൻ സി ആർ ടിയിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തെന്ന് പറഞ്ഞില്ല, അതിൽ മറക്കും തന്നെ തോന്നുന്നതൊക്കെ ഇതിൽ എഴുതി വെക്കും. പിന്നെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ചില വാല്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി വെക്കും. കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂസ് പിന്നെ ചില യൂണിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഷോർട്ട് നോട്ടിൽ ഉൾപ്പെടുത്താറുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ പാതിയൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമല്ലേ, പിന്നെ ഈ ഷോർട്ട് നോട്ടിലേക്കും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെ എന്താ എഴുതി വെക്കാൻ സമയം നഷ്ടമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അല്ല, നമുക്കൊരു ക്ലാസ് കഴിഞ്ഞ് പിന്നെ റിവിഷൻ മാത്രം പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ ലെക്ചർ നോട്ട് തന്നെ എടുത്ത് റിവൈസ് ചെയ്യാൻ ഒരിക്കലും സമയം കിട്ടില്ല. അപ്പോൾ ഷോർട്ട് നോട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുക. ഷോർട്ട് നോട്ട് പ്ലസ് ക്വസ്റ്റ്യൻസ് ഇത് തന്നെയാണ് നമുക്ക് സമയം ഉണ്ടാവുക. അപ്പം ഷോർട്ട് നോട്ട് നിങ്ങൾ എഴുതിയില്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് റിഗ്രറ്റ് അടിക്കും. അപ്പം ചെയ്യായിരുന്നു എന്നൊക്കെ. കാരണം എനിക്ക് ഒരു 2 ചാപ്റ്റർ കണ്ടോ ഫിസിക്സിൽ സ്കിപ്പ് ആയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അതൊന്ന് കാച്ചപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡെയിലി ബേസിലാണെങ്കിലും ചാപ്റ്റർ കഴിയുമ്പോഴാണെങ്കിലും ഈ ക്ലാസ് നടക്കുന്ന സമയത്ത് തന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെക്കുക. അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ ഈ ഷോർട്ട് നോട്ട് എഴുതി വെക്കുന്ന മാത്രമല്ല റിവൈസ് ചെയ്ത കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാനൊരു ക്ലാസ് ഇപ്പം നമുക്കൊരു മാക്സിമം ഒരു 4-5 ഇക്വേഷൻസ് അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഞങ്ങളുടെ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മൺഡേ സ്റ്റാർട്ട് ചെയ്യും. ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്താൽ ഫിസിക്സിലൊക്കെ വലിയ ചാപ്റ്റർ ആണെങ്കിലല്ല, നോർമലി എല്ലാം സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. മൺഡേ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിഞ്ഞ് ഫ്രൈഡേക്ക് ആ ചാപ്റ്റർ തീരും. ഫിസിക്സ് ആ ഒരു ചാപ്റ്റർ ചെറിയ ചാപ്റ്റേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ കുറേ വലിയ ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ ഓക്കെ 2 വീക്സ് ഒക്കെ ആവും അങ്ങനെ. അപ്പം മാക്സിമം ആ ഫ്രൈഡേക്ക് തീരും. സാറ്റർഡേ ചിലപ്പം തീർന്നില്ലെങ്കിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും.
അത് കഴിഞ്ഞ് സൺഡേ എൻ്റെ എക്സാം. ഇങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഫിസിക്സ് ചെയ്യുന്ന വെച്ചാൽ മൺഡേക്ക് സ്റ്റാർട്ട് ചെയ്യും. മൺഡേ അന്ന് ക്ലാസ് കേട്ട് അന്ന് ഞാൻ എഴുതി വെക്കുമല്ലോ, ഷോർട്ട് നോട്ട് എഴുതി വെക്കും. പിറ്റേ ദിവസം ട്യൂസ്ഡേ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ ബ്രഷ് ചെയ്യുന്ന സമയത്ത് അന്ന് തലേ ദിവസം ഞാൻ എഴുതി വെച്ച ഷോർട്ട് നോട്ട് ഞാനത് കാണാതെ വായിച്ചു. മീൻസ് ഞാനത് ഇക്വേഷൻ എഴുതി വെച്ചാൽ ഇപ്പം യങ്സ് മോഡുലസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ y = എന്ന് പറയുന്ന ഫോമുല ഞാൻ അത് പൊത്തി പിടിക്കും. യങ്സ് മോഡുലസ് വായിച്ച ശേഷം ഞാൻ ആ y = എന്നുള്ള ഇക്വേഷൻസ് ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു നോക്കും. നോക്കി വായിക്കുകയല്ല, പക്ഷെ അത് പൊത്തി പിടിച്ച് ഒരു ആക്റ്റീവ് റീകോളിംഗ് പോലെ അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. അത് അന്ന് പഠിപ്പിച്ചത് അന്ന് ചെയ്തു. പിന്നെ ട്യൂസ്ഡേ വീണ്ടും ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, പുതിയ ഇക്വേഷൻ ചെയ്തു. എന്നിട്ട് വെനസ്ഡേ ചെയ്യുമ്പോൾ മൺഡേ പഠിപ്പിച്ചതും ട്യൂസ്ഡേ പഠിപ്പിച്ചതും മിക്സ് ചെയ്തുകൊണ്ട് ഞാൻ ഒന്ന് ഓടിച്ച് നോക്കും ബ്രഷ് ചെയ്യുന്ന സമയത്ത്. കാരണം മൺഡേ പഠിപ്പിച്ച് ജസ്റ്റ് തലേദിവസം നോക്കിയതാണ്, നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും. പിന്നെ പുതിയ പഠിച്ചത് അതുകൂടി ജസ്റ്റ് ഒന്ന് നോക്കും. അല്ലാതെ ഞാൻ ഇക്വേഷൻ പഠിക്കാൻ പറഞ്ഞൊരു സമയമില്ല, അങ്ങനെ ഒരു സമയം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം ഈ സമയത്ത് ഞാൻ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നോക്കും. അതിൽ അവസാനം നമുക്ക് സൺഡേ എക്സാം ആയിരിക്കുമല്ലോ, സൺഡേ മോർണിംഗ് ഈ ബ്രഷ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു ഫുൾ ചാപ്റ്റർ നമുക്ക് ഷോർട്ട് നോട്ടീസിന് തന്നെയാണ് ഫിസിക്സ് മിക്കവരും പഠിക്കാറ്. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഒരു ചാപ്റ്റർ മൊത്തവും ജസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ഫുൾ ഒന്ന് റിവൈസ് ചെയ്ത് വെക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും. കാരണം നമ്മൾ ഒരു വീക്ക് ആ മൺഡേ പഠിച്ചത് ഞാൻ എത്ര ദിവസം മൺഡേ അങ്ങനെ ഒരു 6 ദിവസം ഒന്നിച്ച് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായാലും നിൽക്കും. ബ്രഷ് ചെയ്യുന്ന സമയത്ത് പഠിക്കുകയോ 24 മണിക്കൂർ പഠിക്കുമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഫുഡ് കഴിക്കുന്ന സമയത്തൊന്നും പഠിക്കാറില്ല. പക്ഷേ ഈ രാവിലെ നമ്മൾ എനിക്കും നല്ലൊരു ഫ്രഷ് മൈൻഡോടെ എനിക്കുന്നുണ്ടാവാം. അപ്പോൾ ആ സമയത്ത് ബ്രഷ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒന്നും ആലോചിക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വലിയ ഇങ്ങനെ പഠിപ്പിയായിട്ട് അങ്ങനെ പഠിക്കുന്നതല്ല. പക്ഷേ എങ്ങനെയെങ്കിലും ഇത് നേടിയെടുക്കണം. ഇപ്പം ഇക്വേഷൻ പഠിക്കാൻ നമുക്കൊരു സമയം കൊടുക്കുന്നതിന് പകരം ആ സമയത്തൊക്കെ ഞാൻ ചെയ്യാന്നുള്ളതാണ്. ഇത് ഞാൻ ത്രൂ ഔട്ട് ഞാൻ അവസാനം ക്ലാസ് കഴിഞ്ഞ് മോഡൽ എക്സാമിൻ്റെ സമയത്തും ഇങ്ങനെ ഞാൻ തന്നെ ഒരു ചാപ്റ്റർ സെലക്ട് ചെയ്യും, എന്നിട്ട് ഒരു 1 വീക്കിനുള്ളിൽ തീർക്കും. അങ്ങനെ ഫിസിക്സിൻ്റെ റിവിഷൻ എനിക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻസ് ഒക്കെ ഒന്നും മറക്കാതെ നമുക്കിങ്ങനെ വെള്ളം പോലെ ഇക്വേഷൻസ് ഒക്കെ വരും. ഇക്വേഷൻ ബുക്കൊക്കെ ഇങ്ങനെ മറിയുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനെ അറിയും, ഓക്കെ ഇത് കഴിഞ്ഞിട്ട് ഇതാണ്, ഇത് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് ഞാൻ ഫിസിക്സ് റിവിഷനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഏതെങ്കിലും കോൺസെപ്റ്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ലെക്ചറിലോട്ട് പോയി നോക്കും. അവിടെ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടാവും, ക്ലാസ് നോക്കുന്ന പോലെ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഇതിലാണ് മലയാളത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് റിവൈസ് ചെയ്തിരുന്നത്. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്സിലെ കോൺസെപ്റ്റ് സൈഡൊക്കെ പക്കായി. ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളതാണ്. ഒരു കോൺസെപ്റ്റ് ചെയ്യുന്ന സൈഡാണ് ഒരു സൈഡ്. അത് കഴിഞ്ഞ് എൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ക്വസ്റ്റ്യൻസ് പാർട്ടായിരിക്കും എല്ലാവർക്കും മിക്കവർക്കും ഡിഫിക്കൽട്ടായിട്ട് വരാം. അപ്പം ക്വസ്റ്റ്യൻസിൽ ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചാൽ ആദ്യം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രില്യൻ്റെ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ട്. അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. എനിക്കങ്ങനെ ശരിക്കും എങ്ങനെയാണ് പറയേണ്ടതെന്നും നല്ല പേടിച്ചാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഞാൻ പറയുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ഞാൻ മെയിൻലി അത് മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു നീറ്റ് ജേണിയിലൊക്കെ. അപ്പം ഞാൻ അതിൽ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് സ്റ്റഡി പാക്കേജ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്റ്റഡി പാക്കേജ് നിങ്ങൾ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, സൊല്യൂഷൻ ഉള്ള ഒരു ബുക്ക് നിങ്ങൾ എടുക്കാം. അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് അങ്ങനെ വലിയ ടാലൻ്റ് ഉള്ള ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പം ആദ്യ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അന്ന് പഠിച്ച് അന്ന് ക്വസ്റ്റ്യൻ കണ്ടു ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അങ്ങനെ 10, 15, 20 ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചാൽ സൊല്യൂഷൻ ഉള്ള ഒരുപാട് ബുക്സ് ഉണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ചിലത് സൊല്യൂഷൻസ് ഇല്ലാത്തതിൻ്റെ സൊല്യൂഷൻ ഉള്ളതുണ്ട്. അപ്പോൾ ഞാൻ സൊല്യൂഷൻ ഉള്ള ബുക്ക് ഫസ്റ്റ് എടുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. സോൾഡ് എക്സാമ്പിൾസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ക്ലാസ്സിൽ സർമാർ ചെയ്ത ക്വസ്റ്റ്യൻസും ഇത് 2 ചെയ്ത ശേഷം ഞാൻ സോൾഡ് ക്വസ്റ്റ്യൻ സൊല്യൂഷൻ ഉള്ള ബുക്ക് എടുക്കും. എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കും. ആൻഡ് സിൻസിയർലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും അത് കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ അപൂർവമായിട്ട് ചിലപ്പോൾ ക്ലാസ് ചെയ്യിച്ച പോലത്തെ തന്നെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ കിട്ടും. അത്ര ഞാൻ സൊല്യൂഷൻ നോക്കും. സൊല്യൂഷൻ നോക്കി ജസ്റ്റ് സൊല്യൂഷൻ നോക്കി ഓക്കെ അടുത്ത അങ്ങനെയല്ല, സൊല്യൂഷൻ നോക്കി ഞാനിങ്ങനെ പഠിച്ച് വെക്കും. എന്നിട്ട് ഞാൻ സൊല്യൂഷൻ മറച്ച് വെച്ച് ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻ വായിച്ച് ഞാൻ തന്നെ അത് ചെയ്ത് നോക്കും. അത് കാണാതെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടില്ല. അപ്പോൾ വീണ്ടും സൊല്യൂഷൻ നോക്കും, വീണ്ടും നോക്കും. അല്ലാതെ സൊല്യൂഷൻ ഇട്ട് പിന്നെ പോയി എന്ന് വെച്ചാൽ നമുക്ക് അത് നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. അങ്ങനെ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അങ്ങനെ സൊല്യൂഷൻ ഞാൻ എഴുതി പഠിക്കും. ഇങ്ങനെ നമുക്ക് ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് 10-20 ക്വസ്റ്റ്യൻസ് ആ ഒരു ബുക്ക് തന്നെ നമുക്ക് ഉണ്ടാവുന്നുണ്ട് അന്ന് പഠിച്ചത് തന്നെ. അപ്പം അന്ന് പഠിച്ചതിന് ബേസ് ചെയ്ത് ഞാൻ ആ ക്വസ്റ്റ്യൻസ് ലെവൽ 1 ലെവൽ 2 ഉണ്ടാവും. അത് സൊല്യൂഷൻ മനസ്സിലാക്കി പഠിച്ച് തന്നെ ഞാൻ പോകും. അത് സൊല്യൂഷൻ നോക്കിയിട്ട് തന്നെ ഞാൻ ചെയ്യാറ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് അസഷൻ റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യും. അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് എൻസിആർട്ടിലെ പോയിന്റ്സ് ഏതെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്ട്രൈക്ക് ആവും. പിന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ എൻസിആർട്ടിൽ ഇങ്ങനെയൊക്കെ ചോദ്യം വരാമെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ എൻസിആർട്ടി വായിക്കുമ്പോൾ നമുക്ക് ഓക്കെ ഈ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ചില കോൺസെപ്റ്റ്സ് നമുക്ക് നല്ലോണം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊന്നും എനിക്ക് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അവസാനം ഇങ്ങനെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ബുക്ക് ഉണ്ട്. അതിനകത്ത് സൊല്യൂഷൻ ഇല്ല, ജസ്റ്റ് അതിൻ്റെ ഓപ്ഷൻ എ എന്ന് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ ഡീറ്റെയിൽ സൊല്യൂഷനൊന്നുമില്ല. അത് ഞാൻ ചെയ്യും. അത് ഞാനൊരു എക്സാം എഴുതും പോലെ ടൈം സെറ്റ് ചെയ്യാറില്ല. അതൊന്നും അങ്ങനെ ടൈമൊന്നും സെറ്റ് ചെയ്യില്ലായിരുന്നു. ഞാൻ ചെയ്യാൻ നോക്കും. ചിലപ്പം ഒരിക്കൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല, പിന്നെ രണ്ടാമത് ചെയ്യും. അങ്ങനെ ചെയ്ത് നോക്കും. ഞങ്ങൾക്കത് ഫ്രൈഡേ ആണ് ഞങ്ങൾക്ക് അതിൻ്റെ സബ്മിഷൻ വരാം. അപ്പോൾ അതുവരേക്കും നമുക്ക് സമയമുണ്ട്. ഇന്ന് ഞാൻ ചെയ്ത് നോക്കും. എനിക്ക് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ നാളെ വീണ്ടും ചെയ്ത് നോക്കും. ഞാൻ സൊല്യൂഷൻ നോക്കാറില്ല, പറ്റുന്നത്തേക്കും ഇങ്ങനെ ചെയ്യും. ചിലപ്പം നമുക്കത് കഴിഞ്ഞിട്ട് കിട്ടുന്നില്ലെങ്കിൽ സാറ്റർഡേ ഞങ്ങൾക്ക് ഡൗട്ട് സെഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡൗട്ട് സെഷനിൽ പോയിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന റിയലൈസേഷൻ ഉണ്ട്, അവിടെയാണ് ഞാൻ തെറ്റിയെന്നുണ്ടാകുന്ന ആ റിയലൈസേഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് നീറ്റ് എക്സാം വരേക്കും നമ്മൾ ഓർമ്മിച്ചു. കാരണം ഇത്
5 ദിവസത്തോളം നമ്മൾ ഈ ക്വസ്റ്റിന് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ് നമ്മൾ എന്തായാലും ഓർമ്മിച്ച് വെക്കും. ആ ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു മെറ്റീരിയൽസിനൊക്കെ ആയിട്ട് തന്നെ കിട്ടും, 100 to 200 ക്വസ്റ്റ്യൻസ്. പിന്നെ നമുക്ക് എക്സാം വരും സൺഡേ, അപ്പോൾ സൺഡേസിന് ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ മിസ്റ്റേക്ക് ബുക്കിനെ പറ്റിയൊക്കെ ഫിസിക്സിൽ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഞാനൊരു ഡിസംബർ വരെയൊക്കെ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊന്നും ഞാൻ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അറിയുമെന്ന് വെച്ചാൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്കങ്ങനെ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ മിസ്റ്റേക്ക് ബുക്കൊന്നും ഉണ്ടാക്കില്ല. എക്സാമിന് ഞാൻ തെറ്റുന്നത് ജസ്റ്റ് ഞാൻ പഠിച്ചു നോക്കും, അത്രേ ഉള്ളൂ. അത് വേറെ എഴുതി നോക്കുക അങ്ങനെയുള്ള പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോഡൽ എക്സാം ഞങ്ങൾക്ക് ജനുവരി ഒക്കെ കഴിഞ്ഞ് മോഡൽ എക്സാം തുടങ്ങിയ ശേഷം ഞാൻ മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ റീവിസിറ്റ് ചെയ്തിട്ടൊന്നും അതിൻ്റെ സമയമൊന്നും കിട്ടിയില്ല. പക്ഷേ ആ മിസ്റ്റേക്ക് ബുക്ക് നമ്മൾ എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് പിന്നെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഞങ്ങൾക്ക് ജനുവരി കഴിഞ്ഞാണ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു 100 to 200 ക്വസ്റ്റൻസ് എല്ലാ ചാപ്റ്ററിനും പോയിട്ടുണ്ട്, എൻചാർട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു ജനുവരി കാണുന്ന സമയത്ത്. അപ്പം ആ സമയത്ത് ഞാൻ പ്രീവിയസ് ക്വസ്റ്റൻ ചെയ്യുന്ന സമയത്തും ചില മിസ്റ്റേക്സ് ഒക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഒരു ന്യൂസ് പ്രിൻറ്റ് പേപ്പർ എടുത്തിട്ട് ഞാൻ മിസ്റ്റേക്ക് ബുക്ക് എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ ഈ ക്വസ്റ്റ്യനും എഴുതും. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയം നമുക്ക് വേസ്റ്റ് ആണ്, പക്ഷേ ഞാൻ ക്വസ്റ്റ്യൻ എഴുതും, ഒരു പണിഷ്മെൻറ്റ് പോലെയൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ എഴുതും. അത് കഴിഞ്ഞ് ഞാൻ എവിടെയാണോ മിസ്റ്റേക്ക് പറ്റിയത്, അതിപ്പോൾ എനിക്കൊരു ടീച്ചർ എങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞിരുന്നുണ്ടാവുക, ആ രീതിയിൽ ഞാൻ എഴുതും. ഓക്കെ, യു ഡിഡ് എ മിസ്റ്റേക്ക്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അങ്ങനെയല്ലായിരുന്നു നീ അതിനെ വായിക്കേണ്ടത്, ഞാൻ വായിച്ചപ്പോൾ തെറ്റിപ്പോയതാണെങ്കിൽ വായിച്ചപ്പോൾ നീ തെറ്റിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു രീതിയിൽ എന്നെ പറഞ്ഞ് പഠിപ്പിച്ച രീതിയിൽ ഞാൻ എഴുതി. ഇത് റീവിസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിവിഷൻ ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഇത് എഴുതിക്കൊണ്ട് പോയത്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എനിക്കത് റിവിസിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഞാൻ എഴുതിയ ബുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറച്ച് പേപ്പേഴ്സാണ്. ഞാൻ ഫിസിക്സും പിന്നെ ചില ഫിസിക്കൽ കെമിസ്ട്രീൻ്റെ ഒക്കെയാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഞാൻ എൻ്റെ മിസ്റ്റേക്ക് എഴുതി വെക്കും. ഇതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് റീവിസിറ്റ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ ഇതിൽ ഞാൻ എഴുതി വെച്ച ഓരോ കാര്യങ്ങളും നമ്മൾ നീറ്റ് എക്സാമിൽ എഴുതുമ്പം ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഇങ്ങനെ ഞാനന്ന് മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഒരു റിയലൈസേഷൻ നമുക്ക് വന്നിട്ടുണ്ടാവും. ആ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ അത് സമയം വേസ്റ്റ് ആണെന്ന് വെച്ചാൽ സില്ലി മിസ്റ്റേക്ക് ഒക്കെ ചെയ്യുന്ന ആൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് നമുക്ക് അശ്രദ്ധ മൂലം നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് ഒക്കെ മാറ്റാൻ വേണ്ടി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും ചിലർക്ക് ക്വസ്റ്റ്യൻ ഇപ്പം തുടങ്ങുന്നവർക്ക് ചിലർക്ക് കാൽക്കുലേഷൻ നല്ലോണം പണിയുള്ളവരുണ്ടാവും. എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേഷൻ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. പക്ഷേ ഞാൻ ക്രാഷ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് നല്ല പണി വിട്ടിട്ടുണ്ട് എനിക്ക് കാൽക്കുലേഷന്. അപ്പം കാൽക്കുലേഷന് ഈസി ആക്കാൻ വേണ്ടി എനിക്ക് മനസ്സിലാവും. കാരണം +1 +2 ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കാൽക്കുലേറ്ററാണ്. അപ്പം കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയ ബോർഡ് എക്സാമിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് ക്രാഷ് കോഴ്സിൽ ചേർന്നപ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ മൊത്തം ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പം എനിക്ക് ചിലതൊക്കെ കോൺസെപ്റ്റ്സ് ഒക്കെ ഇങ്ങനെ കിട്ടും, പക്ഷേ എല്ലാം മനസ്സിലാവും, എല്ലാം ഞാൻ എഴുതി വെക്കും, ഫോർമുല എടുക്കാൻ ചിലപ്പോൾ കിട്ടും. പക്ഷേ എനിക്ക് അതിൻ്റെ സൊല്യൂഷൻ, അതിൻ്റെ ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റാത്തപ്പോൾ ഉണ്ടാകുന്ന അത് നല്ലോണം ബുദ്ധിമുട്ട് തന്നെയാണ്. കാൽക്കുലേഷൻ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതായത് നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ ഒന്നാമത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിഞ്ഞിരിക്കണം. അതായത് 1 to 10 മിക്കവർക്ക് അറിയായിരിക്കും. 1 to 20 അറിഞ്ഞാൽ അത്രയും നല്ലതാണെന്ന് പറയാനുള്ളൂ. ഞാൻ 1 to 20 എനിക്ക് 1 to 10 ശരിക്കും അറിയായിരുന്നു. 1 to 20 പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം ഒന്നും അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കേണ്ട ചില ടേബിൾസ് പറയുന്നത് 11th മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ 12 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലയിടത്തും നമുക്ക് യൂസ്ഫുൾ ആണ്. പിന്നെ 16th പലയിടത്തും യൂസ്ഫുൾ ആകുന്നുണ്ട്. 17 യൂസ്ഫുൾ ആകുന്നുണ്ട്. പിന്നെ 13 പിന്നെ 15 എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ ചിലതൊക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ളതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചു വെക്കാം. അത് കാരണം നമുക്കിങ്ങനെ 16 into 2 എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വരുമ്പോൾ നമുക്കിങ്ങനെ 6 into 2 അങ്ങനെ ചെയ്യുന്നതിനേക്കാളും 6 into 2 ഓക്കെ പെട്ടെന്ന് നമുക്ക് ആൻസർ എത്തുവാണെങ്കിൽ ദാറ്റ്സ് വെരി, അപ്പോൾ നമുക്ക് സ്പീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ കട്ടിംഗ് മെത്തേഡ്, അത് നല്ല യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡിവിഷനൊക്കെ നമ്മൾ ഇങ്ങനെ ഡിവൈഡ് എന്നൊക്കെ കുന്നാൾ എഴുതിയ പോലെ ഇങ്ങനെ ഡിവിഷൻ ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നമ്മൾ എവിടെയാണോ സ്റ്റെപ്പ് ചെയ്തു അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പെട്ടെന്ന് എഴുതുക എന്നുള്ളത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ നമുക്കിപ്പം 2.303 into 8.314 എന്നൊക്കെ പറയുന്ന നമ്പർ എപ്പോഴും മിക്ക ആ ഒരു ക്വസ്റ്റ്യൻസ് ആ ഒരു ചാപ്റ്ററിന് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മളിപ്പോൾ കാണാതെ പഠിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്സ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പം അതിൻ്റെ പിന്നെ റൗണ്ട് ഓഫ് ചെയ്ത് പഠിച്ചത് ഇപ്പം 2.303 into 8.314 19 ആണെന്ന് ഞാനിങ്ങനെ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാനിങ്ങനെ എൻ്റെ ടേബിളിൻ്റെ ഫ്രണ്ടിൽ ഫ്ലാഷ് കാർഡ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ എഴുതി വെക്കും. അപ്പോൾ ഓരോ തമ്മിൽ ഇത് വരുമ്പോഴും ഞാനിങ്ങനെ നോക്കി എഴുതും. പിന്നെ അവസാനം അത് നോക്കാതെ തന്നെ എൻ്റെ മൈൻഡിൽ തന്നെ സെറ്റായി വെക്കും. അല്ലാതെ ഇങ്ങനെ കാണാതെ പഠിക്കണമെന്നില്ല. നമ്മൾ ചെയ്യുമ്പം ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചേക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നോക്കാം, എഴുതാം, അത്രയേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യുന്നത് ഞാൻ കുറേ റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് സാറുമാരൊക്കെ ഇപ്പോൾ പറയും അങ്ങനെ കുറേ റൗണ്ട് ഓഫ് ചെയ്തെങ്കിൽ ആൻസർ കിട്ടും. പക്ഷേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ നോക്കാം, നല്ല ഡിസ്റ്റൻ്റുള്ള ഓപ്ഷൻ. ഇപ്പോൾ 19 ഒരു 80 60 അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതെന്തായാലും നമുക്ക് റൗണ്ട് ഓഫ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ 90 19.1 19.2 അങ്ങനെ ഓപ്ഷൻ വരാറില്ല. പക്ഷേ അങ്ങനെ അടുത്ത് വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ശരിക്കും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേണ്ടി വരും. അത് നിങ്ങൾ എങ്ങനെയാണോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര സമയം എടുക്കും അതേസമയം മറ്റുള്ളവർ എടുക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് റൗണ്ട് ഓഫ് എടുത്ത് റൗണ്ട് ഓഫ് ചെയ്തിട്ട് തന്നെ എടുക്കാം. ഇപ്പോൾ ഞാൻ ഇത്ര റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ ഇപ്പം 8.314 ഞാൻ 8 ആയിട്ട് വരെ എടുത്തിട്ട് ചെയ്തിട്ടുണ്ട്.
അത് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യുന്നത് അങ്ങനെ ചെയ്യാന്നുള്ളത് തന്നെയാണ്. നമ്മളിപ്പം ഡീറ്റെയിൽ ആയിട്ട് സൊല്യൂഷൻ ഒന്നും ആർക്കും കൊടുക്കേണ്ടത്, നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയാൽ മതി, അത് അവിടെ നിന്ന് കിട്ടുന്ന മാർക്ക് കിട്ടിയാൽ മതി. അപ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതാണ് കാൽക്കുലേഷൻ. പിന്നെ നിങ്ങൾ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് പറ്റില്ലായിരിക്കും. ചിലപ്പം ആ ഒരു സമയത്തിൻ്റെ പ്രഷറിലൊക്കെ ആയിട്ട് നല്ലോണം ടഫാവും. അപ്പോൾ നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുക, എനിക്ക് കാൽക്കുലേഷൻ പാർട്ടിൽ ഡിഫിക്കൽട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുമ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുന്നു, കുറച്ച് സമയം എടുത്താലും പറ്റില്ല, ചെയ്തു നോക്കാം. ഇങ്ങനെ ആ സമയത്ത് ഇപ്പം വേറെ ഡിവിഷൻ ഇങ്ങനെ ഇൻറ്റു വരുമ്പം മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ വേറെ മൾട്ടിപ്ലിക്കേഷൻ എടുത്ത് അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്ന് വേണ്ട, അവിടെ തന്നെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി പഠിക്കാം. ജസ്റ്റ് ഇങ്ങനെ കുറേ ഇങ്ങനെ നീട്ടി വലിച്ച് കുറേ സ്റ്റെപ്പ് ആക്കുന്നതുകൊണ്ടൊന്നും ഇവിടെ മാർക്കൊന്നും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ചുരുക്കിയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഇത് നമുക്ക് ഫിസിക്സിന് നല്ലോണം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇൻ്റഗ്രേഷൻ്റെയും ഡിഫറൻസിയേഷൻ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ മുമ്പിലായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ നമുക്ക് ആ സംഭവം അറിയാമെങ്കിൽ വലിയ ടഫൊന്നും ആവില്ല. കാൽക്കുലേഷൻ പോലെ ഇങ്ങനെ നീട്ടി എഴുതാനൊന്നും വരില്ല. അത് ജസ്റ്റ് ആ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതേ ഉള്ളൂ ഇൻ്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ. പിന്നെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ ബേസിക് തിങ്സ് തന്നെയാണ് പഠിക്കുക എന്നുള്ളത്. അതിപ്പം നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ കുറച്ചൊന്ന് ഡിവിഷൻസും മൾട്ടിപ്ലിക്കേഷനൊക്കെ എടുത്തൊന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ ജസ്റ്റ് ഒന്ന് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് തന്നെ സ്പീഡ് ആയിക്കോളും. പിന്നെ നമുക്ക് ഈ കാൽക്കുലേഷൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതൊന്നും വലിയ പ്രശ്നമില്ല, നമുക്ക് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എത്തിക്കോളും. അത് നിങ്ങൾ കാൽക്കുലേഷൻ കുറിച്ച് കൂടുതൽ ബോധരാവാതിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് ഇതുപോലെ നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ ഓക്കെ ഇതിനെ കൊണ്ട് പറ്റില്ല എന്ന് വെച്ചാൽ അവിടെ വിടാതിരിക്കുക. ഈ സീറ്റ് നമുക്ക് എങ്ങനെയെങ്കിലും വേണം, എങ്ങനെയെങ്കിലും ഫിസിക്സ് നമ്മുടെ കയ്യിൽ ഒതുക്കണം. അപ്പം അത് ജസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, വിടാതിരിക്കുക, ഗിവപ്പ് ചെയ്യാതിരിക്കുക, ചെയ്തുകൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്ത് അവസാനം നിങ്ങളുടെ കയ്യിലേക്ക് അത് വന്നോളും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫിസിക്സ് നമ്മുടെ സ്കോർ നല്ലോണം കൂട്ടാൻ വേണ്ടി നമുക്ക് പറ്റും. പിന്നെ ഞാൻ ഒരു ടിക്ക് മാർക്ക് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം മുതൽ ഞാൻ ക്ലാസ് തീരുന്നവരേക്കും നമുക്ക് അവൈലബിൾ, നിങ്ങൾ ഏതൊക്കെ ബുക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ആദ്യം തന്നെ ഉറപ്പിച്ച് വെക്കുക. അതായത് ഒരു ചാപ്റ്ററിന് ഏതൊരു ബുക്ക് ഉപയോഗിച്ചു, പിന്നെ വേറെ ആരോ ചെയ്ത ബുക്ക് ഉപയോഗിച്ചു, പിന്നെ ഏതോ ക്വസ്റ്റ്യൻ ബുക്ക് ഉപയോഗിച്ചു, അങ്ങനെ അല്ലാതെ നമ്മളൊരു മെറ്റീരിയലിലേക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വെക്കും. ഞങ്ങൾക്ക് ഇപ്പം വർക്ക് ബുക്ക് ഉണ്ട്, സ്റ്റഡി പാക്കേജ് ഉണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് എല്ലാ ദിവസവും ഓരോ ബുക്കും ഞാൻ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടേ നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബാക്ക്ലോഗ്സ് ഒന്നും ഇല്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബുക്കൊക്കെ മാക്സിമം ഉപയോഗിക്കുക, മെറ്റീരിയൽസ് ഒക്കെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആൻഡ് സ്റ്റിക്ക് ടു എ ബുക്ക് നോക്കാം. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും എനിക്ക് മറന്നു പോകും എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെക്കും. ആദ്യം ചെയ്യുന്ന ബുക്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കും. അത് റീവിസിറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് സമയമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അങ്ങനെ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ കുറച്ചുകൂടി മെൻ്റലി ഇങ്ങനെ ഓക്കെ ഇതെനിക്ക് കുറച്ച് മറക്കുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു വെക്കും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഓർമ്മയുണ്ടാകും. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, കോൺസെപ്റ്റ്സ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും എല്ലാവരുടെയും സ്വപ്നങ്ങൾ നേടാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.